മാരകമായ അപകടങ്ങൾ, വിസിൽ ബ്ലോവർ വെളിപ്പെടുത്തലുകൾ, ഫെഡറൽ അന്വേഷണങ്ങൾ, വഞ്ചനയുടെ നാണക്കേടുണ്ടാക്കിയ കുറ്റസമ്മതങ്ങൾ, ബഹിരാകാശ പദ്ധതിയിലെ തിരിച്ചടികൾ എന്നിവയാൽ അടയാളപ്പെടുത്തിയ 2024 ബോയിങ്ങിനൊരു വിനാശകരമായ വർഷമായിരുന്നു. അടുത്ത തലമുറ യുദ്ധവിമാന പദ്ധതിയായ F-47 വേണ്ടി വളരെ മത്സരാധിഷ്ഠിതമായ $multi-billion അവാർഡ് നേടിക്കൊണ്ടാണ് ഈ വർഷം ഈ എയ്റോസ്പേസ് കമ്പനി ഉയർന്ന നിലയിൽ ആരംഭിച്ചത്. എന്നിരുന്നാലും ഇന്ത്യയിൽ 241 പേരുടെ മരണത്തിനിടയാക്കിയ ബോയിങ് 787 ഡ്രീംലൈനർ വിമാനാപകടമുണ്ടായത് കമ്പനിയിൽ പാലിക്കുന്ന സുരക്ഷാ മാനദണ്ഡങ്ങളെക്കുറിച്ച് വീണ്ടും ചോദ്യങ്ങൾ ഉയർത്തുന്നു. ബോയിങ് ഇപ്പോഴും അതിന്റെ പ്രവർത്തന രീതികൾ, മോശം സുരക്ഷാ മാനദണ്ഡങ്ങൾ, 787 വിമാനത്തിലെ സുരക്ഷാ പരിശോധനയിലെ കൃത്രിമം എന്നിവയുമായി ബന്ധപ്പെട്ട് അമേരിക്കയിൽ ഫെഡറൽ അന്വേഷണങ്ങൾ നേരിടുന്നതുകൊണ്ട് പ്രതിസന്ധിയിലായ കമ്പനിയെ ഇന്ത്യയിലെ വിമാനാപകടം വലിയൊരു പ്രതിസന്ധിയിലേക്ക് വീണ്ടും തള്ളിയിട്ടിരിക്കുന്നു. 14 വർഷത്തിലേറെയുള്ള ചരിത്രത്തിനിടെ 787 ഡ്രീംലൈനറിന്റെ ആദ്യത്തെ മാരകമായ അപകടമാണിതെന്ന് കരുതപ്പെടുന്നു. എന്നാൽ 2024 737 മാക്സ് ഉൾപ്പെട്ട ഒന്നിലധികം അപകടങ്ങളെയും 787 ഡ്രീംലൈനറിന്റെ സുരക്ഷയിൽ വിട്ടുവീഴ്ച ചെയ്തുവെന്ന ആരോപണത്തെയും തുടർന്ന് കമ്പനി പരിശോധന നേരിട്ടതിനു ശേഷമാണിത് സംഭവിക്കുന്നത് എന്നതിനാൽ ഈ അപകടത്തെ ശ്രദ്ധേയമായി നോക്കിക്കാണുന്നു. ബോയിങ്ങിന്റെ ഏറ്റവും വിജയകരമായ വിമാനങ്ങളിൽ ഒന്നാണ് 787 ഡ്രീംലൈനർ എന്നതിനാൽ ഇതിൽ ഉൾപ്പെട്ട മാരകമായ ഒരു അപകടം കമ്പനിക്ക് വൻ പ്രശ്നമുണ്ടാക്കിയേക്കാമെന്നും വിശ്വസിക്കപ്പെടുന്നു. കാരണം നിരവധി അപകടങ്ങളും നിലത്തിറക്കലും കാരണം 737 മാക്സ് വിമാനങ്ങളിലുള്ള പൊതുജന വിശ്വാസം ഇതിനോടകം തന്നെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും 737 മാക്സ് ഉൾപ്പെട്ട ഈ ഒന്നിലധികം അപകടങ്ങൾ ഉണ്ടായിരുന്നിട്ടും ആളുകൾക്ക് ഇപ്പോഴും 787 ഡ്രീംലൈനറിൽ വലിയ വിശ്വാസമുണ്ടായിരുന്നു. എന്നാൽ 787 ഡ്രീംലൈനറിന്റെ ഇന്ത്യയിലെ ഈ മാരകമായ അപകടം ബോയിങ്ങിലുള്ള ആത്മവിശ്വാസം കൂടുതൽ തകർക്കുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ബോയിങ് പറയുന്നതനുസരിച്ച് എക്കാലത്തെയും മികച്ച വിൽപ്പനയുള്ള പാസഞ്ചർ വൈഡ് ബോഡിയാണ് 787 ഡ്രീംലൈനർ എന്നത്. 2009 ഡിസംബർ 15 വിമാനത്തിന്റെ ആദ്യ പറക്കൽ നടന്നു. പിന്നീട് 2011 ഓഗസ്റ്റിൽ ടൈപ്പ് സർട്ടിഫിക്കേഷൻ ലഭിക്കുകയും ആദ്യത്തെ 787 വിമാനം 2011 ഒക്ടോബറിൽ വാണിജ്യ സേവനത്തിൽ പ്രവേശിക്കുകയും ചെയ്തു. കഴിഞ്ഞ 14 വർഷത്തിനിടയിൽ 787 ഡ്രീംലൈനർ വിമാന ഫ്ലീറ്റ് 1 ബില്യണിലധികം യാത്രക്കാരെ വഹിച്ചു പറന്നുകൊണ്ട് വ്യോമയാന ചരിത്രത്തിലെ തന്നെ മറ്റേതൊരു വൈഡ് ബോഡി ജെറ്റിനേക്കാളും വേഗത്തിലെന്ന റെക്കോർഡും അങ്ങനെ 787 ഡ്രീംലൈനർ സ്വന്തമാക്കിയിരുന്നു. അമേരിക്കൻ എയർലൈൻസ്, എയർ കാനഡ, ബ്രിട്ടീഷ് എയർവേസ്, ഇത്തിഹാദ് എയർവേസ് എന്നിവ ഉൾപ്പെടെ ലോകമെമ്പാടും 80ഓളം എയർലൈനുകളുമായി വിമാനം സേവനത്തിലുണ്ട്. കൂടാതെ ഡ്രീംലൈനർ കുടുംബത്തിനായി ബോയിങ്ങിന് ശക്തമായ ഓർഡർ ബുക്കുണ്ട് എന്നതിനാൽ നിലവിൽ ലോകമെമ്പാടും നിന്ന് 948 787 ഡ്രീംലൈനർ കുടുംബ വിമാനങ്ങൾക്കുള്ള ഓർഡറുകൾ ബോയിങ്ങിന് ലഭിച്ചിട്ടുണ്ട്. ഈ 14 വർഷത്തെ സേവനത്തിനിടയിൽ 787 ഡ്രീംലൈനർ കുടുംബ വിമാനത്തിന്റെ ആദ്യത്തെ മാരകമായ അപകടമാണ് ഇത് എന്നതിനാൽ അതിന്റെ ശ്രദ്ധേയമായ സുരക്ഷാ ട്രാക്ക് റെക്കോർഡിനൊരു തെളിവ് കൂടിയാണിത്. എന്നിരുന്നാലും 787 ഡ്രീംലൈനർ കുടുംബത്തിന് നിരവധി വിവാദങ്ങളും അതിനടിസ്ഥാനപരമായ കാരണങ്ങളും ഉണ്ടായിരുന്നു. വൻ വിജയമായിരുന്നുവെങ്കിലും ഡ്രീംലൈനർ കുടുംബത്തിന്റെ സുരക്ഷാ രേഖയിൽ നിരവധി കളങ്കങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇത്തരത്തിലുള്ള ആദ്യ സംഭവങ്ങൾ നടന്നത് വിമാനത്തിന്റെ സർവീസ് ആരംഭിച്ച് 2 വർഷത്തിനുള്ളിൽ തന്നെയായിരുന്നു. സർവീസ് ജീവിതത്തിന്റെ തുടക്കത്തിൽ 787 വിമാനത്തിന് ലിഥിയം അയൺ ബാറ്ററികളുമായി ബന്ധപ്പെട്ട് കാര്യമായ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു. ഇതുമായി ബന്ധപ്പെട്ട് 2013 ജനുവരിയിൽ ബോസ്റ്റണിൽ പാർക്ക് ചെയ്തിരുന്ന ജപ്പാൻ എയർലൈൻസിന്റെ 787 വിമാനത്തിലുണ്ടായ ബാറ്ററി തീപിടുത്തവും തുടർന്നൊരു ഓൾ നിപ്പോൺ എയർവേസിന്റെ 787 വിമാനത്തിൽ ബാറ്ററി തകരാറുണ്ടായതിനെ തുടർന്ന് ഇത് അടിയന്തരമായി ലാൻഡിംഗ് നടത്തേണ്ടിയും വന്നിരുന്നു. ഈ സംഭവങ്ങൾ 2013 ജനുവരിയിൽ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷനെ ആഗോളതലത്തിൽ 787 വിമാനങ്ങളുടെ മുഴുവൻ സർവീസും നിർത്തിവെക്കാൻ പ്രേരിപ്പിച്ചിരുന്നു. അങ്ങനെ 2013 ഏപ്രിലിൽ ബോയിങ് ഒരു പുതുക്കിയ ബാറ്ററി ഡിസൈൻ നടപ്പാക്കിയെങ്കിലും ഇന്ത്യൻ ക്രാഷിന് സമാനമായി മറ്റൊരു ഞെട്ടിക്കുന്ന സംഭവം കഴിഞ്ഞ വർഷം സംഭവിച്ചു. 2024 മാർച്ചിൽ സിഡ്നിയിൽ നിന്നും ഓക്ലാൻഡിലേക്കുള്ള ലാറ്റം എയർലൈൻസ് സർവീസ് നടത്തിയിരുന്ന ഒരു ബോയിങ് 787 വിമാനത്തിന് പെട്ടെന്ന് വേഗത കുറയുകയും ഏകദേശം 50 യാത്രക്കാർക്ക് പരിക്കേൽക്കുകയും അവരിൽ ചിലർ സീലിംഗിൽ കുടുങ്ങുകയും ചെയ്തിരുന്നു. എന്നിരുന്നാലും ഡ്രീംലൈനറിന്റെ പ്രശസ്തിക്ക് ഏറ്റവും വലിയ നാശനഷ്ടം സംഭവിച്ചത് 787 ഉൽപാദനത്തിൽ, പ്രത്യേകിച്ച് ബോയിങ്ങിന്റെ സൗത്ത് കരോലിന പ്ലാന്റിൽ സുരക്ഷാ ഗുണനിലവാര പ്രശ്നങ്ങളുണ്ടെന്ന് ആരോപിച്ച ഒരു രഹസ്യ വെളിപ്പെടുത്തലായിരുന്നു. 1 ദശാബ്ദത്തിലേറെ പരിചയസമ്പന്നനായ ബോയിങ് എഞ്ചിനീയറായ സാം സാലേഹ്പൂർ 787ന്റെ ഘടനാപരമായ സമഗ്രതയെക്കുറിച്ച് ആശങ്കകൾ ഉന്നയിക്കുകയും ഫ്യൂസലേജിന്റെ ഭാഗങ്ങൾ അനുചിതമായി ഉറപ്പിച്ചിട്ടുണ്ടെന്ന് ആരോപിക്കുകയും ചെയ്തു. ഈ പ്രശ്നങ്ങൾ ആയിരക്കണക്കിന് പറക്കലുകൾക്ക് ശേഷമുള്ള വിമാനത്തിന്റെ ഉപയോഗത്തിൽ പ്രിമച്വർ ഫെറ്റീഗ് ഫെയിലർ അഥവാ അകാല ക്ഷീണപരാജയത്തിലേക്ക് നയിച്ചേക്കാമെന്ന് അദ്ദേഹം ആരോപിച്ചിരുന്നു. 2024 ഏപ്രിൽ സെനറ്റ് ഹോംലാൻഡ് സെക്യൂരിറ്റി ആൻഡ് ഗവൺമെന്റൽ അഫയേഴ്സ് കമ്മിറ്റിയുടെ അന്വേഷണ ഉപസമിതിക്ക് മുൻപാകെ സാലേഹ്പൂർ ഇത് സാക്ഷ്യപ്പെടുത്തുകയും പരിശോധനയ്ക്കായി മുഴുവൻ 787 ഫ്ലീറ്റും നിലത്തിറക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. സൗത്ത് കരോലിന പ്ലാന്റിലെ മറ്റൊരു മുൻ ബോയിങ് ഗുണനിലവാര നിയന്ത്രണ മാനേജർ ജോൺ ബാർനെറ്റും ആശങ്കകൾ ഉന്നയിക്കുകയും വ്യാപകമായ ഗുണനിലവാര നിയന്ത്രണ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടുകയും ബോയിങ് സുരക്ഷയേക്കാൾ ഉൽപാദനത്തിന് മുൻഗണന നൽകുന്നുവെന്ന് ആരോപിക്കുകയും ചെയ്തിരുന്നു.
ഈ വിസിൽ ബ്ലോവേഴ്സിന്റെ അവകാശവാദങ്ങൾ 787 വിമാന കുടുംബത്തിൽ ഒന്നിലധികം ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷന്റെ അന്വേഷണങ്ങൾക്ക് കാരണമായി. 2024 ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ ഗുണനിലവാര നിയന്ത്രണ പ്രശ്നങ്ങൾ അന്വേഷിക്കുകയും അതിന്റെ ഫലമായി ഡെലിവറികൾ നിർത്തിവെക്കുകയും ചെയ്തു. ഫ്യൂസ്ലേജ് പാനലുകൾക്കിടയിലുള്ള വിടവുകൾ, അംഗീകൃതമല്ലാത്ത ഭാഗങ്ങൾ, വിംഗ് ഫ്യൂസ്ലേജ് കണക്ഷനിലെ അപര്യാപ്തമായ ബോണ്ടിംഗ്, ഗ്രൗണ്ടിംഗ് എന്നിവ ഈ ആശങ്കകളിൽ ഉൾപ്പെടുന്നു. ചില വിംഗ് പരിശോധനകൾ പൂർത്തിയായിട്ടില്ലെന്നും തെറ്റായ രേഖകൾ നൽകിയിട്ടുണ്ടെന്നും ബോയിംഗ് 2024 ഏപ്രിൽ സ്വമേധയാ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഫ്യൂസ്ലേജ് അസംബ്ലിയിലെ കൃത്യതയില്ലായ്മയെക്കുറിച്ചുള്ള സാലക്പൂറിന്റെ ആരോപണങ്ങളും ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ നിലവിൽ അന്വേഷിച്ചു പോരുന്നു. 2025 ജൂൺ 12 ഇന്ത്യയിലെ അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്ക് പോവുകയായിരുന്ന ഒരു ബോയിംഗ് 787 ഡ്രീം ലൈനർ വിമാനം പറന്നുയർന്ന നിമിഷങ്ങൾക്ക് ശേഷം തകർന്നു വീണു. വിമാനത്തിൽ 230 യാത്രക്കാരും 12 ജീവനക്കാരും ഉണ്ടായിരുന്നുവെങ്കിലും അപകടത്തിൽ നിന്നും ഒരാൾ മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ എന്നാണ് നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ദാരുണമായ അപകടത്തിന്റെ പിന്നിലെ കാരണം കൃത്യമായി ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള മെക്കാനിക്കൽ തകരാറാണ് ഇതിന് പിന്നിലെന്ന് വ്യോമയാന വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. വിമാനം പറന്നുയർന്നതിന് ശേഷവും ലാൻഡിംഗ് ഗിയർ പിൻവലിക്കാതിരിക്കുന്നതായി അപകടത്തിൽ നിന്നുമുള്ള ദൃശ്യങ്ങൾ കൃത്യമായി കാണിക്കുന്നു. വിമാനം 50 മുതൽ 60 അടി വരെ ഉയരത്തിലെത്തിയതിനു ശേഷം സാധാരണയായി നിമിഷങ്ങൾക്കുള്ളിൽ ലാൻഡിംഗ് ഗിയർ പിൻവലിക്കാറുണ്ട്. എന്നിരുന്നാലും ഈ സാഹചര്യത്തിൽ ലാൻഡിംഗ് ഗിയർ 600 അടി ഉയരത്തിൽ പോലും നീട്ടിയിരുന്നു എന്നത് ഹൈഡ്രോളിക് അല്ലെങ്കിൽ സാങ്കേതിക തകരാർ മൂലമാകാമെന്ന് കരുതപ്പെടുന്നു. മറ്റൊരു അസാധാരണ ഘടകം ഇതിന്റെ ചിറകിന്റെ ഫ്ലാപ്പുകൾ പൂർണ്ണമായി പിൻവലിച്ചു എന്നതാണ്. ഇത് നിർണായകമായ പ്രാരംഭ ഉയർച്ചാ ഘട്ടത്തിന് വളരെ അസാധാരണമായ ഒരു സാഹചര്യമാണെന്ന് കണക്കാക്കപ്പെടുന്നു. 787ന്റെ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് ക്രമം അനുസരിച്ച് പറന്നുയരുമ്പോൾ ഫ്ലാപ്പുകൾ 5 ആയി സജ്ജീകരിക്കുകയും തുടർന്ന് വിമാനം ത്വരിതപ്പെടുത്തുകയും ഉയരം നേടുകയും ചെയ്യുമ്പോൾ മാത്രമേ ക്രമേണ പിൻവലിക്കുകയുള്ളൂ എന്നുമാണ് റിപ്പോർട്ടുകൾ. ഫ്ലാപ്പുകൾ നേരത്തെ പിൻവലിക്കുന്നത് ദാരുണമായ അപകടത്തിന് കാരണമായി തോന്നുന്നുവെന്ന് ഒരു ഇന്ത്യൻ വ്യോമയാന വിദഗ്ധനും വാണിജ്യ പൈലറ്റുമായ ഒരു ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കുന്നു. ബ്രിട്ടീഷ് എയർവേസിന്റെ മുൻ പൈലറ്റായിരുന്ന അലിസ്റ്റർ റോസൻഷെയ്ൻ സ്കൈ ന്യൂസിനോട് ലാൻഡിംഗ് ഗിയർ വ്യക്തമായി ഓഫാക്കിയിരിക്കുന്നുവെന്നും ഇത് മുകളിലേക്ക് പോകേണ്ടതായിരുന്നുവെങ്കിലും വീഡിയോയിൽ അത് വ്യക്തമല്ല എന്നും വിമാനത്തിന് ടേക്ക് ഓഫ് ഫ്ലാപ്പ് സജ്ജീകരണം കൃത്യമല്ലായിരുന്നതായി തോന്നുന്നുവെന്നും വ്യക്തമാക്കുന്നു. ചിറകുകളുടെ ഫ്ലാപ്പുകൾ ശരിയായി സജ്ജീകരിക്കേണ്ടതുണ്ടെന്ന് റോസൻഷെയ്ൻ വിശദീകരിക്കുന്നു. കാരണം അവ ഓരോ ചിറകിന്റെയും ആകൃതി വികസിപ്പിക്കുകയും കുറഞ്ഞ വേഗതയിൽ സുപ്രധാനമായ അധിക ലിഫ്റ്റ് സൃഷ്ടിക്കുകയും ചെയ്യുന്നതിനാൽ ഇത് വിമാനത്തിന് ഫലപ്രദമായി പറന്നുയരാനും ഉയരങ്ങൾ കൈവരിക്കാനും സഹായിക്കുന്നു. പൈലറ്റ് ലാൻഡിംഗ് ഗിയർ കുറച്ചു നേരം പിൻവലിച്ചെങ്കിലും പവർ നഷ്ടപ്പെട്ടതായി മനസ്സിലാക്കി പെട്ടെന്ന് വീണ്ടും നീട്ടിയിരിക്കാമെന്നും മറ്റു വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. എഞ്ചിൻ തകരാറും ഒരു സാധ്യതയുള്ള കാരണമായി നിർദ്ദേശിക്കപ്പെടുന്നുവെങ്കിലും 787 ഇരട്ട എഞ്ചിൻ വിമാനമായതിനാൽ 2 എഞ്ചിനുകളും ഒരേ സമയം തകരാറിലാകുന്നത് വളരെ അപൂർവമാണെന്ന് കരുതപ്പെടുന്നു. വരും ദിവസങ്ങളിൽ അന്വേഷകർ ഫ്ലൈറ്റ് ഡേറ്റയും കോക്പിറ്റ് റെക്കോർഡിംഗുകളും വിശകലനം ചെയ്യുമെങ്കിലും ഈ ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മെക്കാനിക്കൽ അല്ലെങ്കിൽ സാങ്കേതിക തകരാറാണ് ഏറ്റവും സാധ്യതയുള്ള കാരണമായി കണക്കാക്കപ്പെടുന്നത്. ആഗോളതലത്തിൽ സിവിൽ ഏവിയേഷൻ വിപണിയെ ബോയിങ്ങും എയർബേസും ചേർന്നുള്ള ഇരട്ട കമ്പനികൾ നിയന്ത്രിക്കുന്നു. കൂടാതെ ആഗോള സിവിൽ ഏവിയേഷൻ വിപണിയുടെ 90%-ലധികവും അവർ ഒരുമിച്ച് നിയന്ത്രിക്കുകയും ചെയ്യുന്നു. 787 ഡ്രീം ലൈനർ ഒരു സ്ഥിരമായ ബ്രാൻഡാണ് എന്ന് മാത്രമല്ല ദീർഘദൂര വിമാനങ്ങൾക്കായുള്ള ബോയിങ്ങിന്റെ കാറ്റലോഗിന്റെ അഭിമാനം കൂടിയാണ് ഈ വിമാനം. അസാധാരണമായ ഇന്ധനക്ഷമത, ദീർഘദൂര യാത്രാസുഖം, 300-ലധികം ആളുകളെ വഹിക്കാനുള്ള കഴിവെന്നിവയ്ക്ക് ഈ വിമാനം പേരുകേട്ടതാണ്. കൂടാതെ ബോയിങ്ങിന്റെ ആഗോളതലത്തിലെ ഒരു വിജയം കൂടിയാണ് 787 ഡ്രീം ലൈനർ വിമാനങ്ങൾ. 2011 സർവീസിൽ പ്രവേശിച്ചതിന് ശേഷം ലോകമെമ്പാടുമുള്ള 80-ലധികം എയർലൈനുകൾ ഈ വിമാനങ്ങളുടെ 2598 എണ്ണം ഓർഡർ ചെയ്തിട്ടുണ്ട്. 787 ഡ്രീം ലൈനർ വിമാന കുടുംബത്തിന് മുൻപ് ചില ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും 14 വർഷത്തിനിടെ 5 ദശലക്ഷത്തിലധികം പറക്കലുകൾ നടത്തിയ വിമാനത്തിന്റെ ആദ്യത്തെ മാരകമായ അപകടമാണിത്. ഒരൊറ്റ സംഭവം 787 കുടുംബത്തിലുള്ള ആളുകളുടെയും എയർലൈനുകളുടെയും വിശ്വാസത്തെ തകർക്കാൻ സാധ്യതയില്ല എങ്കിലും കഴിഞ്ഞ വർഷം ബോയിങ്ങിന്റെ ഗണ്യമായ നെഗറ്റീവുകൾ പുറത്തു വന്നിരുന്നു. ഇവയെല്ലാം പ്രധാനമായും അതിന്റെ 737 മാക്സിലെ സുരക്ഷാ പ്രശ്നങ്ങൾ മൂലമാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. കൂടാതെ ബോയിങ്ങിൽ പിന്തുടരുന്ന ചില ജോലി രീതികളെക്കുറിച്ച് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷന്റെ അന്വേഷണങ്ങൾ ഇപ്പോഴും തീർപ്പ് കൽപ്പിച്ചിട്ടില്ല എന്നതും ബോയിങ്ങിന്റെ ക്രെഡിബിലിറ്റി ഇല്ലാതാക്കുമെന്ന് കരുതപ്പെടുന്നു.